ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ സ്ക്രഞ്ചിയാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഈ ഒരു സ്ക്രഞ്ചിയുടെ മുകളിലോട്ട് വേറെ ഡിസൈനിലുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് നമ്മളൊരു ഫ്ലവറാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഒക്കെ ഇതൊന്ന് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, കണ്ടിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് പേര് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രഞ്ച് ചെയ്തെടുക്കാൻ ഒരു 49 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഉള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഇലാസ്റ്റിക് വരുന്നത് 18 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ വരുന്ന ഇലാസ്റ്റിക്കാണ്. പിന്നെ ഈ ഒരു പീസുകൾ കണ്ടോ, ഈ ഒരു പീസുകൾ ഞാൻ 10 പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 7 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സ്ക്രഞ്ച് മേക്ക് ചെയ്യുന്നത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു സ്മോൾ സ്ക്രഞ്ച്, അതായത് സ്മോൾ സൈസ് സ്ക്രഞ്ച് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ പിന്നെ ലെങ്ത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു 58, 40, 47, 48, 49 അങ്ങനെ ഒരു 50 സെൻറ്റിമീറ്ററോളം വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു സൈസിലുള്ള ലെങ്ത്തിലുള്ള പീസ് കട്ട് ചെയ്താൽ മതി നമുക്കൊരു സ്മോൾ സൈസ് സ്ക്രഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിഡ്ത്ത് ഒരു 5 സെൻറ്റിമീറ്ററിലും. പിന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. അപ്പോൾ സ്ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ഇതളുകളും മേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും വിഡ്ത്തിലും ആണല്ലോ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനിത് ഇതുപോലെ നമ്മളൊന്ന് കോൺ ഷേപ്പിൽ മടക്കണം, 2 കോർണറുകൾ ഒരുമിച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. അപ്പോൾ ഇനി ഈ ഒരു മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. കാണുന്നില്ലേ, ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ചെറുതായിട്ട് മടക്കിയാൽ മതി കേട്ടോ. ഒരു 1 സെൻറ്റിമീറ്റർ വേണ്ട, അതിൽ കുറഞ്ഞ രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ചെറിയൊരു ഫോൾഡിൽ മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ 2 ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെയും കൂടി ഒന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കണം. മടക്കിയിട്ട് ആ വരുന്ന തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതൊക്കെ വേണ്ടാത്ത ഭാഗങ്ങളാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ലൈറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എല്ലാം ലൈറ്റർ വെച്ചിട്ട് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷം ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ, ഈ താഴോട്ട് കിടക്കുന്ന ആ ഒരു എൻഡുണ്ടല്ലോ, ആ എൻഡും ഈ ഭാഗവും ഒന്ന് ഇതേപോലെ ഒന്ന് ചേർത്ത് വെക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. കണ്ടോ, ഇപ്പം ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒന്ന് മടക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഭാഗവും ഈ ഒരു കോർണറുകൾ മടക്കിയെടുത്തിട്ട് അവിടെ ഒന്ന് ഒന്ന് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് താഴോട്ട് വരുന്ന ഈ തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ മടങ്ങി നിൽക്കുന്ന ഫോൾഡുകളൊന്നും മുറിയാതെ ഒന്ന് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ ലൈറ്റർ വെച്ചിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ലൈറ്റർ വെച്ചാൽ മാത്രം മതി, ഗ്ലൂ വേണ്ട. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് 10 പെറ്റൽസ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പെറ്റൽസും നമുക്കൊന്ന് കോർത്തെടുക്കണം. കോർത്തെടുത്ത് ഓരോന്നായിട്ട് കോർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിയിടണം. എന്നിട്ട് നമുക്കൊന്ന് സ്ക്രഞ്ചിൻ്റെ മുകളിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇരിക്കും നമ്മളൊന്ന് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സ്ക്രഞ്ചിൻ്റെ മുകളിലോട്ടൊന്ന് തുന്നിയിട്ട് തന്നെ വെക്കാം കേട്ടോ. നീഡിൽ വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഡേ ലൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊരു ലൈറ്റ് ഡിം ആകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വേറെ ലൈറ്റൊന്നും അതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ, ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ക്ലാരിറ്റി ഇല്ല എന്നുള്ള കാര്യം.
പിന്നെ വേറെ എന്താ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനായിട്ടുള്ള ഫ്ലവറാണ്. നല്ലൊരു ഇതളുകളാണ്, നല്ല ഡിസൈനുള്ള ഒരു ഇതളാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റേത്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി നെക്സ്റ്റ് ഒരു ഹെയർ ആക്സസറി ആയിട്ട് നമുക്ക് കാണാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വേറെ എന്താ, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ, താങ്ക് യു.